പാകിസ്ഥാൻ്റെ കളി കഴിഞ്ഞ ഉടനെ ഇന്ത്യയുടെ കളി തുടങ്ങിയോണ്ടേ അവരുടെ ആ മത്സരത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിൽ ഇടുവാണ്. നമ്മളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നമീബിയ പാകിസ്ഥാനെ അടിച്ച് USA സൂപ്പർ 8ലേക്ക് എത്തുമെന്ന്. പക്ഷേ അതിനൊരു കണിക പോലും അവസരം കൊടുക്കാതെ കഴിഞ്ഞ കളിയിലെ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ന് ആഞ്ഞടിച്ചു കേട്ടോ. നമീബിയനെ തകർത്ത് തുറ്റിച്ച് കളഞ്ഞു. 102 റൺസിനാണ് അവർ വിജയിച്ചത്. വെറുതെ നമ്മൾ ആഗ്രഹിച്ചു, നമുക്ക് ആഗ്രഹിക്കല്ലോ അരിപ്പന്ത്. പാകിസ്ഥാൻ്റെ ഓപ്പണർ ഫർഹാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാലോ അയാൾ ഒരു ഡേഞ്ചർ മാൻ തന്നെയാണ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ കളിയിൽ ഇന്ത്യനോട് ഫോമിലായില്ല, ആദ്യ ഓവർ തന്നെ ഔട്ടായി. ഒരു 6 അടി വീരനാണ്. പാകിസ്ഥാനിൽ നിന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏക ബാറ്റ്സ്മാൻ പുള്ളിയാണ്. ഇന്നും പുള്ളി അത് തുടർന്നു, സെഞ്ചുറി അടിച്ചു. അതും 58 ബോളിൽ 11 4 4 6. പിന്നെ സെഞ്ചുറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആ ബ്ലോക്ക് അങ്ങോട്ട് മാറ്റോടുകൂടി സെഞ്ചുറിയുടെ പെരുമഴയായിപ്പോൾ അല്ലേ. നിസംഗ, പിന്നെ യുവരാജ്, ഫർഹാൻ, സൂപ്പർ 8 സെഞ്ചുറി പൂരമായിരിക്കും മിക്കവാറും. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഈ ഫർഹാൻ്റെയും ഷാദാബ് ഖാൻ്റെയും ഒക്കെ പ്രകടനത്തിലാണ് ഈ 199 എത്തി കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവർ വരുത്തിയായിരുന്നു. ഷഹീർ അഫ്രീദിനെയും അബ്രാറിനെയും, ഈ 2 പ്രമുഖരെ അവരിന്ന് പുറത്താക്കിയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ബാബർ അസാമിനെയും പുറത്താക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാബർ അസാമിനെ പുറത്താക്കിയില്ല, പകരം അദ്ദേഹത്തിന് ബാറ്റിംഗ് ചാൻസ് കൊടുത്തില്ല. 4ാമത് ഇറങ്ങേണ്ട അദ്ദേഹത്തിന് പകരം ഇറങ്ങി വന്നത് ഖവാജ നഫയാണ്. അദ്ദേഹം പെട്ടെന്ന് ഔട്ടായപ്പോൾ ഷാദാബ് ഖാനെ വിട്ടു. അപ്പോഴും ബാബർ അസാം ഡഗ്ഔട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനി എന്നെ എപ്പോഴാണ് ഇറക്കുന്നത്. പക്ഷേ അതിനുള്ള ചാൻസ് ഇല്ലായിരുന്നു, ഓവർ കഴിഞ്ഞു പോയി. മിക്കവാറും ഇത് തന്നെയായിരിക്കും ഇനി അവർ മുന്നോട്ടും തുടരുക. ഇന്നൊരു വാണിംഗ് കൊടുത്തായിരിക്കും ബാബർ അസാമിന്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതുകൊണ്ട് ഇനി ടീമിൽ നിങ്ങൾ വേണ്ട ആയിരിക്കും. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ നമീബിയയ്ക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു. മറുപടി മുഴുവൻ കൊടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ കളിയിൽ ഇന്ത്യനെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച് നടക്കാതെ പോയ ഉസ്മാൻ താരിഖാണ്. 4 വിക്കറ്റ്. പുള്ളിൻ്റെ ഈ പട്ടിയർ കാര്യമായിട്ട് നമീബിയയ്ക്കിട്ട് കൊണ്ടു. 3.3 ഓവറിൽ 16 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ്. ഷതാബ് ഖാൻ 4 ഓവറിൽ 19 റൺസിനും 3 വിക്കറ്റ്. അവർ രണ്ടുപേരും കൂടി തന്നെ കഥ കഴിച്ചു. 17 ഓവറിൽ നമീബിയൻ്റെ വെടിക്കെട്ട് തീർന്നു. ആരാ കളിച്ചത്? ആരും തന്നെ കളിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അവരുടെ ബാറ്റ്സ്മാൻമാർ പേരെടുത്ത് പറയുന്നത്? ഒരാൾ പോലും കളിച്ചിട്ടില്ല. ഏതായാലും പാകിസ്ഥാൻ്റെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് അവസാന നിമിഷം ഇത് സൂപ്പർ 8 അവർക്ക് കരുത്ത് പകരുമോ? അതിശക്തരാണ് കൂടെ ഉള്ളത്. ന്യൂസിലാൻഡുണ്ട്, ഇംഗ്ലണ്ടുണ്ട്, ശ്രീലങ്കയുണ്ട്. കാര്യങ്ങൾ ദുർഘടമാണ്. പക്ഷേ ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ടേ ഇവന്മാരൊക്കെ എപ്പോഴാണ് ഫോമിലാവുക എന്നും പറയാൻ പറ്റില്ല. അതാണ്.